നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. IT ഹബ്ബായ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുലർച്ചെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത വാർത്ത അങ്ങേയറ്റം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. നഗരമേഖലയിലുണ്ടായ ഈ സംഭവം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അക്രമിയെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിയാതിരുന്നത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായി. ഒടുവിൽ പ്രതിയെ കണ്ടെത്തിയതോടെ പോലീസിന് ആശ്വാസം. തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞു. പ്രതിയുമായി പോലീസ് ഉടൻ തെളിവെടുപ്പ് നടത്തും. പ്രതി എത്തിയത് മോഷണത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുൻപ് ഇയാൾ സമീപത്തുള്ള 2 വീടുകളിൽ മോഷണം നടത്താൻ കയറിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് S. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, തുടക്കത്തിൽ ഉണ്ടായ വലിയൊരു ആശങ്ക ഇതായിരുന്നു. അതായത് ഒരു IT ഹബ്ബായിട്ടുള്ള കഴക്കൂട്ടത്ത് പോലും, അത് രാത്രി സമയങ്ങളിലും പുലർച്ചെ പോലും പെൺകുട്ടികൾക്കും യുവതികൾക്കും ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ എന്ന രീതിയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ സംഭവമായിരുന്നു ഇത്. എന്നാൽ ഇത് മോഷണത്തിനായിട്ടാണ് ഇയാൾ, ഈ ലോറി ഡ്രൈവറായിട്ടുള്ള തമിഴ്നാട് സ്വദേശി, ഹോസ്റ്റലിൽ കയറിയതെന്ന കാര്യം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമമായിരുന്നില്ല പ്രതിയുടെ ലക്ഷ്യമെന്ന്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പ്രതിയുടെ പേരും മറ്റു വിവരങ്ങളും ഇന്നലെ പുറത്തുവിട്ടിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ? പ്രതിയെ പോലീസ്, ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായും ടോം, കഴക്കൂട്ടം പോലെ ഒരു IT ഹബ്ബിൽ ഇത്തരത്തിലൊരു സംഭവം വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കാരണം എല്ലാ സമയത്തും കഴക്കൂട്ടമെല്ലാം 24 മണിക്കൂറും എപ്പോഴും ഉണർന്നിരിക്കുന്നൊരു നഗരമാണ്. അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഹോസ്റ്റൽ മുറിയിൽ അകത്തേക്ക് കയറിയിട്ടുള്ള ഇത്തരത്തിലൊരു അതിക്രമം അത് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അതിനുശേഷം പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ, അതായത് വെള്ളിയാഴ്ച പുലർച്ചെ സംഭവം നടക്കുന്നു. ഒരു ദിവസം കൊണ്ട്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയിലേക്കുന്നു. കാരണം വളരെ കുറഞ്ഞ തെളിവുകൾ മാത്രം. കാരണം ഈ ഒരു ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഇത്തരത്തിലുള്ള ഒരു തെളിവുകളോ മറ്റേ CCTV സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു നഗരത്തിലെ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ബെഞ്ചമിൻ എന്നാണ് പ്രതിയുടെ പേര്. 35 വയസ്സുള്ള ബെഞ്ചമിൻ ഇത്തരത്തിലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ മുൻപും പ്രതിയായിട്ടുണ്ട്. അതായത് നഗരങ്ങളിലും മറ്റും ഉറങ്ങിക്കിടക്കുന്ന യുവതികളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള സമാനമായ പല കേസുകളുമുണ്ട്. ഇത്തരത്തിലൊരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള മറ്റ് വീടുകളിലെല്ലാം ഇയാൾ കയറിയത്. അതുമായി ബന്ധപ്പെടുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്നും ഹെഡ്ഫോണും മറ്റും മോഷ്ടിച്ചെടുത്തിരുന്നു. പിന്നീട് CCTVയിൽ മുഖം പതിയാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്നും മോഷ്ടിച്ചെടുത്ത കൊട ഉപയോഗിച്ചിരുന്നു എന്നും പോലീസ് പറയുന്നു. ഈ ഹോസ്റ്റൽ മുറിയിലും ഇത്തരത്തിൽ ഈ ഒരു മോഷണ ശ്രമത്തിന് വേണ്ടിയിട്ടാണ് തന്നെയാണ് കയറിയത്. പിന്നീട് ഈ യുവതി അവിടെ കാണുകയും തുടർന്ന് പീഡന ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് യുവതി ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇയാൾ ഇവിടുന്ന് കടന്നു കളഞ്ഞത്. പോലീസിൻ്റെ സമയോചിതമായ ഇടപെടൽ, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രതിയിലേക്ക് എത്തിയെങ്കിലും ഇത്തരം IT ഹബ്ബായ ഈ ഒരു ഇത്രയും പ്രാധാന്യമേറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെന്ന് ഇങ്ങനെ ആക്രമണം നടത്തുക എന്നൊരു വലിയൊരു സംഭവം, അതായത് ഇത്തരത്തിലൊരു ഭീതി ഉണർത്തുന്ന സംഭവം പോലീസിനെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം കഴക്കൂട്ടം മേഖലയിൽ പിങ്ക് പോലീസിൻ്റെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV സ്ഥാപിക്കണം, ഒപ്പം അതേപോലെ തന്നെ സെക്യൂരിറ്റിമാരെ നിയമിക്കണം എന്നൊക്കെ പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. യെസ്, തീർച്ചയായും. കാരണം എന്തായാലും ഇത് പോലീസിനെ സംബന്ധിച്ച് പോലീസ് അതിവിദഗ്ധമായി നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം ഈ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല. ഈ പെൺകുട്ടിക്കും ഇയാളെ തിരിച്ചറിയാൻ കഴിയാത്തത് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ഇതെങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് സാരംഗ്? കാരണം നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. എന്തെങ്കിലും സൂചനകൾ ഇയാളുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരുന്നു? നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപ് ഇയാൾ ഈ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. ഏതെങ്കിലും കേസുകൾ കേരളത്തിൽ ഇയാൾക്കെതിരെ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ടോം, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു കേസുകൾ രജിസ്റ്റർ ചെയ്തതായ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കേസുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു നഗരങ്ങളിൽ, അതായത് കഴക്കൂട്ടം മേഖലയിലെ സിറ്റിയിലടക്കമുള്ള വിവിധ CCTVകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം പുരോഗമിച്ചത്. ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു പ്രതിയിലേക്ക് എത്തിയത് എന്ന അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസ് തുടക്കഘട്ടമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിട്ടിരുന്നില്ല. കാരണം ഇതൊരു അത്തരത്തിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ, പ്രതിയുടെ മുഖം പോലും ഇപ്പോഴും, അതായത് ഇപ്പോൾ തിരിച്ചറിയൽ നടപടികൾക്ക് ശേഷം മാത്രമേ അത്
മാധ്യമങ്ങൾക്കടക്കം മുൻപ് ഇത്തരത്തിലുള്ള ഫോട്ടോ പങ്കുവയ്ക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് വളരെ സൂക്ഷ്മമായ രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിച്ചത് CCTV ആണ്. ലോറി ഡ്രൈവറാണെന്ന് മനസ്സിലാക്കിയതടക്കം ഈ ഒരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ വഴിയാണ്. തുടർന്ന് ഇത്തരത്തിൽ ലോറി ഡ്രൈവറാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യുകയും തുടർന്ന് സമാന ഈ ഒരു ചിത്രം ഉപയോഗിച്ചുകൊണ്ട് മറ്റും നടത്തിയ അന്വേഷണമാണ് വളരെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ സഹായിച്ചത്. മറ്റ് ഘടകങ്ങൾ ഇതിൽ എത്രത്തോളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെ കുറവാണ്. കാരണം ഇതൊരു ഇത്തരത്തിലൊരു സെൻസിറ്റീവായ ഒരു കേസായതുകൊണ്ട് തന്നെ തിരുവനന്തപുരം പോലെയുള്ള ഒരു IT ഹബ്ബിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുക എന്നത് പോലീസിനടക്കം ഒരു മാനക്കേടാണ്. അതുകൊണ്ടാണ് പോലീസ് വളരെ ക്രിയാത്മകമായി ഇതിൽ ഇടപെടൽ നടത്തിയത്. കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മറ്റ് തെളിവുകൾ ശേഖരിക്കാനും പ്രതിയിലേക്ക് എത്താനും സാധിച്ചു. മാത്രമല്ല ഈ പ്രതിയെ ഈ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധനകൾക്കടക്കം വേണ്ടി പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ അടുത്ത ദിവസം ഈ ജയിലിൽ നിന്നും അപേക്ഷ നൽകി കഴക്കൂട്ടം പോലീസ് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തും മറ്റും പരിശോധനകളും തെളിവെടുപ്പും നടത്തും. തുടർന്നായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CCTV മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാവണമെന്നില്ല. മറ്റ് രണ്ട് സമീപത്തുള്ള 2 വീടുകളിൽ ഇയാൾ കവർച്ചയ്ക്ക് എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വീടുകളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരുന്നോ? ആ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മാത്രമല്ല ഒരു കാര്യം കൂടി അറിയേണ്ടത്, ഈ പ്രതി ഈ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എന്തിന് കവർച്ച മാത്രം ലക്ഷ്യമിട്ടായിരുന്നോ? കാരണം ലോറി ഡ്രൈവറാണ്, ഓട്ടം വിളിച്ചു എത്തുന്നു, അത് തിരിച്ചു പോകുമ്പോൾ മോഷണം നടത്തുക, അങ്ങനെ ഒരു രീതിയാണോ? അതോ മോഷണം മാത്രം ലക്ഷ്യമിട്ട് ഇവിടെ എത്തുക, ഇതായിരുന്നോ ഇയാളുടെ രീതി? ടോം, ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഴക്കൂട്ടം മേഖലയിൽ ഇതിന് മുൻപും എത്തിയിട്ടുണ്ടാകണമെന്നാണ്. കാരണം ഈ ഒരു പ്രദേശത്തെപ്പറ്റി കൃത്യമായി ധാരണയുള്ള ഒരാളാണ്. കാരണം കൃത്യമായി ഒരു മോഷണം നടത്തുന്നത്. കാരണം 24 മണിക്കൂർ ആളനക്കമുള്ള ഒരു മേഖലയാണ് കഴക്കൂട്ടം. ഏതൊരു സമയത്തും IT ഹബ്ബായതുകൊണ്ട് തന്നെ പലരും നഗരമേഖലയിൽ ഈ ഒരു സാന്നിധ്യം, ആൾക്കാരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു മേഖലയെ പറ്റി കൃത്യമായ ധാരണ ഇയാൾക്കുണ്ടായിരുന്നു. ഇതിന് മുൻപും അയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറി ഡ്രൈവറാണ്, ഒപ്പം തന്നെ ചരക്കിറക്കാനടക്കം ഇയാൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപും കഴക്കൂട്ടം മേഖലയിൽ ഇയാൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യമായൊരു ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു ലോറി ഡ്രൈവർ എന്നതിലുപരി ഇങ്ങനെ ഈ ഒരു യാത്രക്കിടയിൽ നഗരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, അതായത് തെരുവോരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ അടക്കം ഉപദ്രവിക്കുന്ന, യുവതികളടക്കം ആക്രമിക്കുന്ന ഒരു രീതി, ഒരു സ്വഭാവം, ക്രിമിനൽ സ്വഭാവം ഇയാൾക്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു മോഷണ ശ്രമം, അതായത് പല വീടുകളിൽ കയറി കൃത്യമായി ഒന്നും ലഭിച്ചില്ല, അടഞ്ഞു കിടക്കുക, അതായത് ലോക്ക് ചെയ്യാത്ത ഒരു ഹോസ്റ്റൽ മുറി കണ്ടപ്പോൾ അവിടെ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ കവരാമെന്ന് അകത്തേക്ക് കയറുന്നു. തുടർന്നാണ് ഈ യുവതിയെ ഉപദ്രവിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് എത്തുന്നത്. അതായത് മറ്റു വീടുകളിൽ നിന്നും കുടയുൾപ്പെടെയുള്ള, അതായത് വളരെ വലിയ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹെഡ്ഫോണും മറ്റുമാണ് കവർന്നത് എന്നാണ് പറയുന്നത്. അതിൽ നിലവിൽ പോലീസിന് പരാതി ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ അതിൽ ആ കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അതിലടക്കം അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ടോം, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ പോലീസ് പിടികൂടിയത്. പ്രതിയെ യുവതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മോഷണത്തിന് വേണ്ടിയാണ് ഇയാൾ ഹോസ്റ്റലിലെത്തിയത് എന്ന വിവരങ്ങളാണ് ഈ പ്രതിയിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഈ സംഭവം നടന്ന ഹോസ്റ്റലിന് തൊട്ട് സമീപത്തായി 2 വീടുകളിൽ ഇയാൾ കവർച്ചാശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് പോലീസിനെത്താൻ കഴിഞ്ഞത്. കാരണം ഈ പ്രതിയെ തിരിച്ചറിയാൻ, അക്രമിയെ തിരിച്ചറിയാൻ യുവതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ ഒരു അന്വേഷണം വളരെയധികം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. എറണാകുളം ചോറ്റാനിക്കരയിൽ അനുജനെ ജ്യേഷ്ഠൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. പരിക്കേറ്റ മണികണ്ഠൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജ്യേഷ്ഠൻ മാണിക്കനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച ശേഷമുണ്ടായ കുടുംബ തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ഡാനി, ഇതുപോലുള്ള ഈ മദ്യലഹരിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലേക്ക് വരെ നീങ്ങുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ
ഇതൊരു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കണമെങ്കിൽ അത് അത്രയധികം ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമായിരിക്കണം. കാരണം പെട്രോൾ എന്തിനാണ് ഇവർ കൈവശം വെച്ചത്? ഈ സഹോദരനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആക്രമണം. ടോം, ഇവർ തമ്മിൽ രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്. രണ്ടുപേരും തമ്മിൽ നേരത്തെയും തന്നെ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി പലപ്പോഴും തന്നെ വഴക്കടിച്ചിരുന്നു എന്ന് പറയുന്നു. 20 വയസ്സാണ് മണികണ്ഠൻ്റെ പ്രായം, മാണിക്യത്തിന് 25 വയസ്സ് പ്രായമാണ്. കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇവർ ചോറ്റാനിക്കരയിലാണ് നാളുകളായി താമസിക്കുന്നതാണ്. അവിടെ കേന്ദ്രീകരിച്ച് ചില മറ്റ് പൊതു ജോലികളെല്ലാം ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. കഴിഞ്ഞ ദിവസമാണ്, ഞായറാഴ്ച രാത്രിയാണ് ഇവിടെ പുരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇവർ തമ്മിൽ വഴക്കേറ്റം ഉണ്ടാകുന്നത്. പിന്നീട് അത് അടിപിടിയിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ സമീപത്ത് പിന്നീട് ഇയാൾ പെട്രോൾ എത്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്, മാണിക്യം അവിടേക്ക്. അപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒഴിക്കുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട്. രണ്ടുപേരും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ മൂലം ഇയാളത് കരുതിക്കൂട്ടി, ഇയാൾ പെട്രോൾ കരുതി വയ്ക്കുകയും പിന്നീട് ഒഴിക്കുകയുമായിരുന്നു എന്നൊരു സംശയവും അത് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വഴക്കിനൊടുവിൽ ഇയാൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ്. 30% പൊള്ളലേറ്റിട്ടുള്ളത്. അത് അതീവ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതും. ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചോറ്റാനിക്കര പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായിരുന്നത്, എന്തിനെ ചൊല്ലിയാണ് വഴക്കടിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം കുടുംബപരമായി ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല പ്രശ്നങ്ങളെ ചൊല്ലിയും തങ്ങൾക്കിടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ തർക്കമാണ് കഴിഞ്ഞ ദിവസം വാക്കേറ്റത്തിലേക്ക് എത്തുകയും അത് മൂത്ത പിന്നീട് റോഡിൽ അടിപിടിയാകുകയും എല്ലാം ചെയ്തു. അതിനൊടുവിലാണ് ഈ കരുതിയിരുന്ന പെട്രോൾ വെച്ചിട്ട്, കുറച്ച് പെട്രോളാണ് അയാൾ ഉണ്ടായിരുന്നതെന്നാണ് അറിയുന്നത്. അത് ഈ വാഹനത്തിൽ ഒഴിക്കുന്നതിന് വേണ്ടിയെല്ലാം തന്നെ കരുതി വെച്ച രീതിയിൽ കൊണ്ടുവരികയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷം ഇത് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഏതായാലും 30%-ഓളമാണ് ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുള്ളത്. ഇതൊരു ഗുരുതര സ്ഥിതിയിലേക്കൊന്നും മാറിയിട്ടില്ല എന്നതാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് കേസെടുത്ത് ഇതിൽ അന്വേഷണം നടത്തുകയാണ്. ടോം, അങ്ങനെ ഒരു മദ്യലഹരിയിലുള്ള പെട്ടെന്നുള്ള ആക്രമണം അങ്ങനെയാണ് പോലീസ് കരുതുന്നത്. ഇതിനു മുൻപ് ഈ സഹോദരങ്ങൾ തമ്മിൽ, മണികണ്ഠനും മാണിക്യനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടോ? അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെയും, അതായത് ഈ മാണിക്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും ഇവർ തമ്മിൽ ചില സാമ്പത്തികപരമായ കാര്യങ്ങളെ ചൊല്ലിയെല്ലാം തന്നെ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് ഉന്തിലും തള്ളിലും എല്ലാം തന്നെ കലാശിക്കും. ആ രീതിയിൽ കഴിഞ്ഞു പോകുന്നവരാണ്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അതിലും നിന്നില്ല എന്നതാണ്. നേരത്തെയും ഇവർ തമ്മിൽ വഴക്കും വാക്കേറ്റവും എല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. പോലീസ് അന്വേഷിച്ചപ്പോൾ ഇവർ വീണ്ടും പരിസരത്ത് നിന്ന് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടുപേരും തമ്മിൽ പലപ്പോഴും വഴക്കടിക്കുന്ന ഒരു പതിവ് സ്വഭാവക്കാരായിരുന്നു എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വാക്കേറ്റമാണ് ഈ രീതിയിലേക്ക് വരികയും പിന്നീട് ഈ പെട്രോൾ ഒഴിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കും എല്ലാം എത്തിയത്. ഏതായാലും രണ്ടുപേരും വഴക്കടിക്കുകയും മദ്യപിക്കുകയും വഴക്കടിക്കുകയും അടിപിടി കൂടുകയും ചെയ്യുന്നതെല്ലാം തന്നെ പതിവായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാണിക്യവും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ആ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തനിക്ക് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുറ്റസമ്മതം പോലെയാണ് ഇയാൾ പോലീസിനോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കൾ, മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നു? അവർ ഈ സംഘർഷം നിയന്ത്രിക്കാനായി അവരുടെ ആരുടെയും ഇടപെടൽ ഉണ്ടായിരുന്നില്ലേ ഡാനി? രണ്ടുപേരും തമ്മിൽ മറ്റാരുടെ ഒരു ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് പോകുമ്പോഴായിരുന്നു ഇവർ തമ്മിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും അടിപിടിയിലേക്ക് ചേരുമ്പോഴും മറ്റാരും തന്നെയും തൊട്ടടുത്തുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. പരിസരത്തുണ്ടായിരുന്ന ബഹളം കേട്ട് ചെല്ലുകയായിരുന്നു. അതിനിടയിലാണ് ഈ പെട്രോൾ ഒഴിക്കുകയും പിന്നീട് തീയെത്തുകയും എല്ലാം തന്നെ ചെയ്തത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ദീപാവലി ദിവസം തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക താഴേക്ക്. ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ മോശം നിലയിലാണ് തലസ്ഥാന നഗരത്തെ സാഹചര്യം. അന്തരീക്ഷത്തിലെ PM 2.5 ഉൾപ്പെടെയുള്ള
മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളുടെ അളവും ഗുരുതരമായ അവസ്ഥയിലാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകലയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ദീപാവലി ദിവസം ചൈനീസ് പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണത്തിൻ്റെ തോത് വർദ്ധിക്കാൻ കാരണം. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, നമുക്കറിയാം, പ്രത്യേകിച്ച് വടക്കേന്ത്യൻ നഗരങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ട് സമീപത്തുള്ള ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിലൊക്കെ ഈ ദീപാവലി ദിവസങ്ങളിൽ വായു നിലവാര സൂചിക താഴേക്ക് പോരാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ശബ്ദ മലിനീകരണം ഒരു വലിയ പ്രശ്നമാണെങ്കിലും വായു മലിനീകരണം ഒരു പ്രശ്നങ്ങൾ അത്രയധികം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ സ്ഥിതി അല്പം ഗുരുതരമാണ്. എന്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ അടക്കമുള്ള സമയങ്ങളിൽ ഈ വായു നിലവാരം അത് താഴേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാനാകുന്നത് ഇപ്പോഴത്തെ 2 ദിവസമായി കേരളത്തിൽ തുടരുന്ന ഈ മഴ തന്നെയാണ്. ഈ മഴ കാരണം ഉണ്ടായിട്ടുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഇത്തരത്തിലുള്ള കാലാവസ്ഥ, ഇത് കാരണം അന്തരീക്ഷ വായു അന്തരീക്ഷ വായുവിന് സഞ്ചരിക്കാനാകാതെ അത് ഈ നഗരത്തിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സാധാരണ നിലയിൽ തിരുവനന്തപുരം നഗരം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ പടക്കം പൊട്ടിക്കുമ്പോഴാണെങ്കിലും മറ്റെന്ത് ഈ വായുവിൽ എന്ത് ആക്ടിവിറ്റീസ് നടന്നാലും അത് കടലിലേക്ക് ഈ വായു ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന, ഇത് കാരണം അന്തരീക്ഷത്തിൽ അത് കെട്ടിനിന്ന് ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് പോകുന്നൊരു നിലയിലേക്ക് എത്താറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അത് കടുത്ത മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷം കൂടി ആയപ്പോൾ ഈ അന്തരീക്ഷ വായു കെട്ടിക്കിടന്ന് വായു നിലവാര സൂചിക അത് വളരെയധികം താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പ്രധാനമായിട്ടും ഇന്നലെ രാത്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരാശരി AQA അത് 200-നടുത്തേക്ക് വരെ എത്തുന്ന ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അത് 200-ന് മുകളിൽ വരെ ഈ ശരാശരി AQA എത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 200 എന്ന് പറയുന്നത് അത് വളരെ പുവറായിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് 200 പെടുന്നത്. വളരെ ശ്വസിക്കുമ്പോൾ അത് വളരെ ബ്രീത്തിങ് ഇഷ്യൂസും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ 200 എന്ന് പറയുന്ന റേഞ്ച്. ആ റേഞ്ചായിരുന്നു ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത AQAയുടെ അളവെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു നില നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ AQA കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ലൈവ് ട്രാക്കിംഗ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ 74 സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഈ സൂചിക ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഇതിന് വലിയൊരു കൂടുതൽ ഇതിലുണ്ടായത്. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഈ പട്ടിക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇത് പടിപടിയായിട്ട് കയറി ഒരു രാത്രി 12-1 മണിയായപ്പോൾ ഏറ്റവും ഉച്ചസ്ഥായിലെത്തുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം അത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. മറ്റ് പല മെട്രോ നഗരങ്ങൾ, ഇപ്പോൾ ചെന്നൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളെക്കാൾ വളരെയധികം കൂടിയ ഒരു നിലവാരമാണ് ഇത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൈവ് ട്രാക്കിംഗ് അനുസരിച്ച് ചെന്നൈയിലെ വായു നിലവാര സൂചിക അത് 64, ബാംഗ്ലൂരിൽ 42, ഹൈദരാബാദിൽ 71. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വളരെയധികം ഒരു മുന്നിലാണ് തിരുവനന്തപുരത്തെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഈ മലിനീകരണ തോത് അത് അത്രയധികം കൂടുതലായിരുന്നു. ഇത് കാരണമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇത് സംസ്ഥാനത്തെ ശരാശരി വായു നിലവാരത്തിൻ്റെ 1.2 ഇരട്ടി കൂടുതലാണ് എന്നും നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം PM 2.5 എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള കണികകളാണ്. നമ്മുടെ തലമുടി നാരിനേക്കാൾ 3 ഇരട്ടി ചെറിയ കണികകളാണ് PM 2.5 പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് ശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, ശരീരത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത് ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ച് രക്തത്തിലേക്ക് കലരുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഈ
PM 2.5-ന്റെ അളവും ഇന്നലെ രാത്രി വളരെയധികം കൂടുതലായിരുന്നു. അത് ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഈ PM 2.5 അത് ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഡൽഹിയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു സൂചികയാണ് PM 2.5-ന്റെ. ആ ഒരു PM 2.5 ഡൽഹിയുടെ അത്രയൊന്നും എത്തിയിട്ടില്ല കേരളത്തിൽ, അത് ഒരു കാര്യമാണ്. എന്നാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി PM 2.5 പതിവിലും കൂടുതൽ ഒരു അപകടകരമായിട്ടുള്ള നിലയിലേക്ക് അത് എത്തിയതായിരുന്നു. ഇത്തരത്തിൽ കുറച്ച് മണിക്കൂറുകൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇത് ശ്വസിക്കുന്നത് അത് ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവർക്ക്. തീർച്ചയായും അജയ് സൂചിപ്പിച്ചതുപോലെ അതൊരു പക്ഷേ ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? നമുക്കറിയാം, സാധാരണഗതിയിൽ മലയാളികൾ ദീപാവലിക്കാൽ കൂടുതൽ ആഘോഷിക്കുന്നത്, ഈ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്നത് വിഷുവാണ്. പക്ഷേ ഇത്തവണ ദീപാവലി പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൽ കൂടുതൽ ഈ ആഘോഷങ്ങൾ ഒരു പരിധി കടക്കുന്നു എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നിയന്ത്രണമൊക്കെ ആവശ്യമായിരിക്കാം. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഈ രീതിയിൽ വായു നിലവാര സൂചിക താഴേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടൽ ആവശ്യമാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടികൾ ഈ വിഷയത്തിലൊരു കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ മുൻകരുതൽ നടപടികൾ തീർച്ചയായിട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്നാലും ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ അത് സർക്കാർ എപ്പോഴും സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുക ഒരു വായു നിലവാര സൂചിക 300-ന് മുകളിലേക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ നമ്മൾ അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിയാൽ വായു നിലവാരം അളക്കുന്നതിനുള്ള സൂചികയും അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വായു നിലവാര സൂചിക അളക്കുന്നതിൻ്റെ തോതും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഈ ഒരു തോത് നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ തോത് തന്നെയും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ ഇന്ത്യൻ നിലവാരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ അതിൽ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ അതനുസരിച്ച് ഈ 300-ന് മുകളിൽ പോകുമ്പോഴാണ് സാധാരണ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാറുള്ളത്. ഇവിടെ അത് സംഭവിക്കാത്തത് കൊണ്ടാകാം ഈ ഒരു വിഷയം, ഒരു അടിയന്തര നിയന്ത്രണം ഇതിൽ കൊണ്ടുവരാത്തത്. എന്നാലും ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ സുപ്രീം കോടതി കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ കത്തിക്കാവൂ, അത്തരം പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കാര്യം, അത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതിൽ ഭൂരിഭാഗവും ചൈനീസ് പടക്കങ്ങൾ പോലെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങളാണ്. ഇത് പൊട്ടിക്കുമ്പോൾ സാധാരണ കൺവെൻഷണൽ പടക്കങ്ങളെക്കാൾ കൂടുതൽ ഒരു പുകപടലങ്ങൾ, കൂടുതൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അത് വായുവിലേക്ക് കലരും. ഇത് കാരണമാണ് ഈ അന്തരീക്ഷ വായു നിലവാരം അത് ഇത്രയധികം ഒരു ഗുരുതരമായിട്ടുള്ള നിലയിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ചൈനീസ് പടക്കങ്ങളുടെ ഉപയോഗം കുറച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു പരമാവധി പ്രശ്നം അത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ കാര്യം, അതും ഒരു നിർണായകമായിട്ടുള്ള ഘടകം അത് തിരുവനന്തപുരത്തായിട്ടുണ്ട്. അതായത് ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴ 2 ദിവസമായി തുടരുന്ന മഴയും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും കാരണം ഈ വായു അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങാതെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയും ഇത് കാരണം ഒരു പ്രശ്നം, ഈ വായു നിലവാരം അത് മോശം അവസ്ഥയിലേക്ക് എത്താനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു വന്നതാണ് ഈ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക ഈ 200 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തിയ, ആ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അതായത് 2 കാര്യങ്ങൾ, ഒന്ന് കാലാവസ്ഥയും പിന്നെ ചൈനീസ് പടക്കങ്ങളുടെ ഉപയോഗവും, ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തെ നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ആ വായു നിലവാര സൂചിക അത് വീണ്ടും പഴയതുപോലെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അത് നിർണായകമാണ്. ഇന്ന് രാത്രിയാണ് ദീപാവലിയുടെ ഭാഗമായി, ദീപാവലി ദിവസം ഇന്നാണ് ഏറ്റവും കൂടുതൽ പടക്കങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തലസ്ഥാനവാസികൾ കത്തിച്ച് ആഘോഷിക്കുന്നത്.
ആഘോഷമാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ AQI പുതിയ റെക്കോർഡുകൾ തൊടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് സാധാരണ നിലയിൽ തന്നെ, അതായത് ഒരു 50-ന് താഴെയൊക്കെ ഈ ഒരു വായു നിലവാര സൂചിക തിരുവനന്തപുരത്ത് വരും. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് ഇത്രയധികം മുകളിലേക്ക് ഒരു അന്തരീക്ഷ നിലവാര സൂചിക അതിൽ ഒരു ഇത്ര വലിയൊരു സംഖ്യ അത് രേഖപ്പെടുത്തിയത്. തീർച്ചയായും. പക്ഷേ നമ്മുടെ ഈ മലയാളികൾ എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും സമാനമായ രീതിയിൽ ആഘോഷം നടത്തും, പടക്കം പൊട്ടിക്കും. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാനുള്ള സാഹചര്യമുണ്ട്. ജനങ്ങൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരാണോ, അല്ലെങ്കിൽ ബോധവാന്മാരാക്കേണ്ടതല്ലേ? അവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ വേണ്ടത് അജയ്? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ സംബന്ധിച്ച് ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡൽഹി പോലെയുള്ള നഗരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈ മലിനീകരണം ഒരു വലിയ പ്രശ്നമായി വന്നതിന് ശേഷം ജനങ്ങൾക്ക് നിരന്തരം അവരെ ബോധവൽക്കരിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ക്യാമ്പയിനുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഇപ്പോൾ അവിടെ മെട്രോയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പകരുന്ന ഒരു പോസ്റ്ററുകൾ, അതുപോലെ തന്നെ പ്രത്യേക പരസ്യങ്ങൾ അടക്കം അവരെ ബോധവൽക്കരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അത് ഡൽഹി സർക്കാർ സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് ഈ അന്തരീക്ഷ വായു നിലവാരം അത് ഏറ്റവും മോശം അവസ്ഥയിലെത്തിയപ്പോഴാണ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മോശം അന്തരീക്ഷ വായു നിലവാരമുള്ള നഗരങ്ങളിലൊന്നായി ഡൽഹി മാറിയതിന് ശേഷമാണ് സർക്കാർ അത്തരമൊരു നടപടികളിലേക്ക് കടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തെ നില നോക്കുകയാണെങ്കിൽ ഇത് ഈ ദീപാവലി ദിവസം മാത്രം സംഭവിച്ച ഒരു പ്രതിഭാസമാണെങ്കിലും ഇത് നമ്മൾ ഒരു ആശങ്കയോടെ നോക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ തിരുവനന്തപുരവും നാളെ ഡൽഹി പോലെ അത്രയധികം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉള്ള ഒരു സ്ഥലമായി മാറിയേക്കാം. ഇന്ത്യയുടെ നിത്യഹരിത നഗരമെന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. ആ ഒരു നിലയിലേക്ക് തിരുവനന്തപുരം പോവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള നിയന്ത്രണങ്ങൾ, കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഈ പൊട്ടിക്കുകയാണെങ്കിൽ ഗ്രീൻ ക്രാക്കേഴ്സ് പൊട്ടിക്കുക, അതുപോലെ തന്നെ ചൈനീസ് പടക്കങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളിലേക്ക് കർശനമായിട്ടുള്ള ഇത്തരം നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നാൽ മാത്രമേ ഇനി വരും വർഷങ്ങളിലെങ്കിലും ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വായു നിലവാര സൂചിക എത്താതിരിക്കാൻ സഹായകരമാവുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും PM 2.5 ഉൾപ്പെടെയുള്ള നമ്മുടെ വരും തലമുറ, നമ്മുടെ മക്കളും ജീവിക്കേണ്ട നാടാണിത്. നമ്മൾ തന്നെയാണ് ഇവിടെ ഒരു കരുതൽ, ഒരു ശ്രദ്ധയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതീവ ദുഷ്കരമാകും. ഈ വായുമലിനീകരണം പോലെ തന്നെ ശബ്ദ മലിനീകരണവും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചിയെ എയർഹോൺ മുക്ത നഗരമാക്കാൻ കർശന പരിശോധന തുടർന്നിരിക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ഹോണുകൾ റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങളിലാണ് എയർ ഹോൺ വ്യാപകമായിട്ടുള്ളത്. അനുവദനീയമായ ഡെസിബലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന എയർ ഹോൺ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, തിരുവനന്തപുരം നഗരത്തിൽ വായു മലിനീകരണമാണ് പ്രശ്നമെങ്കിൽ കൊച്ചിയിൽ ശബ്ദ മലിനീകരണമാണ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അവിടെ എയർ ഹോൺ മുക്ത നഗരമാക്കാനുള്ള നടപടികളിലേക്ക് പോലീസും മോട്ടോർ വാഹന വകുപ്പും കടന്നിരിക്കുന്നു. ഏത് രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നത്? ടോമ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പ് വലിയ രീതിയിലൊരു പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനയിൽ 2 ദിവസങ്ങളിലായി ആണ് ഇപ്പോൾ പിടികൂടിയ എയർ ഹോണുകൾ നശിപ്പിച്ചത്. അതിൻ്റെ ഒരു ആദ്യഘട്ടം കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്നു. 2ാം ഘട്ടമാണ് ഇന്ന് കൊച്ചിയിൽ നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും പറയുന്നത് സംസ്ഥാനത്ത് അകത്തുള്ള, അതായത് കേരളത്തിലെ നമ്മുടെ ഇവിടെയുള്ള വാഹനങ്ങൾ ഏതാണ്ട് അവർക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്. ഇത്തരം എയർ ഹോണുകൾ ഉപയോഗിക്കാതെ നിയമവിരുദ്ധമാണ്, അതിന് പിഴ ഈടാക്കും എന്നത് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. എങ്കിലും ചില വാഹനങ്ങളിലെല്ലാം തന്നെ അതുണ്ട് എന്നത് പറയുന്നുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങളിൽ കൂടുതലായി ബസ്സുകളിലും ലോറികളിലും എല്ലാം തന്നെ ഇത് വളരെ കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഡ്രൈവാണ് 3 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്.
ഇന്നിപ്പോൾ നിർദ്ദേശപ്രകാരം ഈ പിടിച്ചെടുത്ത എയർ ഹോണുകൾ പ്രദർശിപ്പിക്കുകയും അത് ഈ റോഡ് റോളർ പോലെ ഉള്ള വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് അത് പൊട്ടിച്ച് കളയുന്ന രീതിയിലേക്ക് അത് പരസ്യമായി പ്രദർശിപ്പിക്കുക, മാധ്യമങ്ങളെ അടക്കം വിളിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ നൽകുക എന്നതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പൊതുബോധം സൃഷ്ടിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, നമുക്ക് ഈ രീതിയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതാണ്, ഇങ്ങനെ പിടികൂടിയ വസ്തുക്കൾ പ്രദർശിപ്പിച്ചും അത് നശിപ്പിച്ച് കളയുന്നതെന്നും. അത് ഇന്നിപ്പോൾ 2 ദിവസങ്ങളായിട്ട് അത് നടന്നു. ഒന്ന് കളമശ്ശേരിയിൽ വെച്ച് അത് നടക്കുകയും ഇപ്പോൾ ഇന്ന് 2ാം ഘട്ടം ഇവിടെ കമ്മട്ടിപ്പാടത്ത് വെച്ച് ഈ പിടികൂടിയ എയർ ഹോണുകൾ നിരത്തി വെച്ചുകൊണ്ട് ആദ്യം അതിൻ്റെ ഒരു പ്രദർശനം പോലെ അത് കാണിക്കുകയും പിന്നീട് JCBയുടെ അതിൻ്റെ ഒരു തുമ്പിക്ക് അത് മാറ്റി അവിടെ റോളർ ഘടിപ്പിച്ച് അതിന് മീതെ ഉരുട്ടി അത് പൂർണ്ണമായും പൊട്ടിച്ച് കളഞ്ഞു. അത് മുഴുവനായിട്ട് തന്നെയും അവിടുന്ന് തൂത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അത് പൂർണ്ണമായും നശിപ്പിക്കുക എന്ന രീതിയിൽ തന്നെയാണ്. ഒരിക്കലും അത് അവിടെ കൂമ്പാരം കൂട്ടിയിട്ടിട്ട് പോകാതെ അതെല്ലാം തന്നെ കൊണ്ടുപോകും. അത് നൽകുന്ന സന്ദേശം ഇതാണ്: കൃത്യമായ നിയമ നടപടികൾ ഇവിടെ ഉണ്ടാകും. എയർ ഹോൺ അനുവദനീയമായ പരിധിയിലുമെല്ലാം തന്നെ ഇവിടെ ആയി കഴിയുന്നു. പലപ്പോഴും ഉയർന്ന ഡെസിബൽ ശബ്ദത്തിൽ ഇതെല്ലാം തന്നെ മുഴക്കിക്കൊണ്ടുപോകുന്നതെല്ലാം ഒരു ഹരമായി പലർക്കും മാറുകയും ചെയ്യുന്ന അവസരത്തിൽ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ കൃത്യമായ നടപടി എടുത്തുകൊണ്ട് സുശക്തമായ പോലെ തന്നെ രൂപം മാറ്റം വരുത്തിയ വാഹനങ്ങളുമായി യുവാക്കൾ രാത്രി സമയങ്ങളിൽ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. രാത്രിയിൽ പോലീസിന്റെ ഒറ്റപ്പെട്ട പരിശോധനയുണ്ട്. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് രാത്രി സമയങ്ങളിലും പരിശോധന ശക്തമാക്കിയാൽ ഈ രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളെ, യുവാക്കളുടെ ഈ വാഹനങ്ങളുമായി ചീറിപ്പാഞ്ഞു പോകുന്ന നടപടികൾക്ക് കൂടി കർശനമായ പൂട്ടിടേണ്ടതല്ലേ? ടോം, ശരിയാണ്. കാരണം ഈ നടപടികൾ ഇതിൽ കൊണ്ട് എയർ ഹോൺ പിടിച്ചെടുത്ത് നശിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് വാഹന ഉടമകൾക്കെതിരെ ഇത്തരം നടപടിയെടുത്തുകൊണ്ട് അവസാനിപ്പിച്ചുകൂടാ. കാരണം ഇത് മാത്രമല്ല നിയമലംഘനം ആളുകളെ ഉറപ്പിക്കുന്ന രീതിയിൽ നിരത്തിൽ നടക്കുന്നുണ്ട്, ഒരു സംശയവുമില്ല. കൊച്ചി അതിൻ്റെ ഒരു പ്രധാന തട്ടകം തന്നെയാണ്, അതിനും ഒരു മാറ്റവുമില്ല, സംശയവുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കും. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ തീ പടർത്തിക്കൊണ്ട് കടന്നു പോകുന്ന സൂപ്പർ ബൈക്കുകൾ കാണാം, രൂപമാറ്റം കൊണ്ടുപോകുന്ന കാറുകൾ പോലുള്ള വാഹനങ്ങൾ കാണാം. ഇതൊക്കെ നിരത്തുകളെ വിറപ്പിക്കുന്നുണ്ട്. പല അപകടങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അമിത വേഗത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം തടയിടേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന് കൃത്യമായി ഇത് നൈറ്റ് ഡ്രൈവുകളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കാരണം പലയിടങ്ങളിലും പല പ്രധാന നിരത്തുകൾ പോലും രാത്രികാലങ്ങളിൽ ഇവരുടെ ഒരു മത്സരയോട്ടത്തിന്, അത് പന്തയം വെച്ചുകൊണ്ടുള്ള മത്സരയോട്ടത്തിന് പോലും തന്നെ അത്തരം വേദിയാവുന്നുണ്ട് എന്നതാണ്. നാഷണൽ ഹൈവേ ആണ് പലപ്പോഴും അതിന് ഉണ്ടാകുന്ന ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച്. അപ്പോൾ ഈ സൂപ്പർ ബൈക്കുകളും അതും എല്ലാം തന്നെ ഈ രൂപമാറ്റം വരുത്തി ഓടിക്കുന്നതും എല്ലാം സർവ്വസാധാരണമായി മാറുകയാണ്. അതിനെല്ലാം കൃത്യമായ കർശനമായ നടപടികൾ വേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ ഈ എയർ ഹോൺ പിടിച്ചെടുത്തതുപോലുള്ള നടപടികൾ ഇതിലേക്ക് കൂടി മാറേണ്ടതാണ്. കാരണം റോഡ് സുരക്ഷിതമാകണമെങ്കിൽ ഈ എയർ ഹോൺ പിടിച്ചെടുത്തുകൊണ്ട് മാത്രമാവില്ല, ഇതുപോലുള്ള നടപടികൾ കൂടി അനിവാര്യമാണ്. റോഡ് സുരക്ഷ എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കൊപ്പം തന്നെ ഇതുപോലെ ഡാനി, ഈ വാഹനങ്ങൾ മാത്രമല്ല, കൊച്ചി നഗരത്തിൽ എയർ ഹോൺ വിൽപ്പന നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകുമോ? ഇപ്പോൾ തന്നെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഈ സംസ്ഥാനത്തിനകത്തുനിന്ന് ഉള്ള വാഹനങ്ങൾ പിടികൂടിയവരിൽ നിന്ന് ഇത് എവിടെ നിന്നാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. അവരത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഇത് നിരോധിക്കപ്പെട്ടതാണ്, ഇത് ആ രീതിയിൽ കർശനമായിട്ട് വിലക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ആര് വിൽക്കുന്നു എന്നതിൻ്റെ അടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ വാഹന ഉടമയ്ക്കെതിരെ മാത്രമല്ല, ഇത് വിൽപ്പന നടത്തിയവർക്കെതിരെയും നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരം നിരോധിക്കപ്പെട്ട ഈ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത് വിൽക്കാൻ പാടില്ല എന്നതടക്കം നിർദ്ദേശിച്ചിട്ടുള്ള ഉയർന്ന ഡെസിബലുള്ള ഈ ഹോണുകൾ ഇതിൻ്റെ വിൽപ്പനയടക്കം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർക്കെതിരെയും നടപടികൾ ഉണ്ടാകും. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ശേഖരിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ ഇത് ഉപയോഗിക്കില്ല, ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ അത് ഉപയോഗിച്ചു കൊള്ളാമെന്നെല്ലാം തന്നെ പറയുന്നു. പക്ഷേ ഇതിനവിടെ ഒരു നിയമം കർശനമായി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് അനുവദനീയമല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് അവസാനിപ്പിക്കുന്നില്ല, വരും ദിവസങ്ങളിലും ഈ നടപടികൾ ഉണ്ടാകും. ഈ പിടിച്ചെടുത്ത ഈ വസ്തുക്കൾ ഇതെല്ലാം ഇതേ രീതിയിൽ തന്നെ നശിപ്പിക്കുകയും ചെയ്തു. ഇതൊരു
പൊതുബോധം നൽകുന്നതിന് അതിനുവേണ്ടിയാണ് ഈ നടപടി. അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അവരുടെ ഒരു കയ്യൂക്കോ അല്ലെങ്കിൽ അവരുടെ നടപടികളുടെ കാഠിന്യം കാണിക്കുക എന്നതിനേക്കാൾ അപ്പുറം ഇത് കൃത്യമായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് ഈ പൊതുമധ്യത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിനി പോകുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ചോദ്യം ചെയ്യുന്നു. ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യത്തെയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയാണ് അനന്ത സുബ്രഹ്മണ്യൻ. ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഇയാൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്? ഇയാൾക്ക് നേരിട്ടിതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമായിട്ടില്ല. അതായത് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് ബംഗളൂരുവിലേക്ക്, അതായത് ഇതിലെ ഈ മിനുക്കം വരുത്തുന്നതിനായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇളക്കി മാറ്റുകയും അവിടെ നിന്ന് അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്തുന്നത് ആദ്യഘട്ടത്തിൽ, അങ്ങനെ എത്തുന്ന സമയത്ത് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് അനന്ത സുബ്രഹ്മണ്യനായിരുന്നു. അനന്ത സുബ്രഹ്മണ്യമാണ് ഇതുമായിട്ട് ബംഗളൂരുവിലേക്ക് എത്തിയത് എന്നാണ് വിവരം. അങ്ങനെ അനന്ത സുബ്രഹ്മണ്യം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതുവരെ ഈ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരുന്നത് അനന്ത സുബ്രഹ്മണ്യമായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പിന്നീടാണ് ഇത് സഹോദരിയുടെ വീട്ടിൽ നിന്ന്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമ്മൂടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നത് കണ്ടെത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഈ കാര്യങ്ങൾ, അതായത് ഇത് അപഹരിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അനന്ത സുബ്രഹ്മണ്യം ഇത് സൂക്ഷിച്ചത്, അതിൻ്റെ കൈമാറ്റം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം അനന്ത സുബ്രഹ്മണ്യം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടോ എന്നതിൽ സംശയം നിലനിൽക്കുകയാണ്. ആ വിവരങ്ങളും വിശദാംശങ്ങളുമൊക്കെ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സ്വർണ്ണപ്പാളികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വെളിച്ചം വീശുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ സഹായി കൂടിയായിട്ടുള്ള ഈ അനന്ത സുബ്രഹ്മണ്യൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമോ എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രധാനമായും ഇപ്പോൾ ചകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീപാവലി ദിവസമായിട്ടും ഈ കേസിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബംഗളൂരുവിലാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിരുന്നു. ഒരു 5 പേരിലേക്കാണ്, 5 പേരാണ് സംശയ നിഴലിലുള്ളത്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന നടപടികളും ഉടൻ ഉണ്ടാകുമോ? അതായത് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10 പേരുണ്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർ. അവരിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം എത്തുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിൻ്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡിലെ നിലവിലെ ജീവനക്കാരും എന്നാൽ സസ്പെൻഷനിൽ കഴിയുന്നവരുമായ മുരാരി ബാബുവിനെയും സുനിൽകുമാറിനെയും വിശദമായി ചോദ്യം ചെയ്യുക. അതിനുശേഷം അവർ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള മറ്റ് തെളിവെടുപ്പ്, മറ്റ് തുടർ നടപടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഇതിനോടകം ആരെങ്കിലും അതീവ രഹസ്യമായി ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം സംശയം നിലനിൽക്കുകയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കുന്നതിൽ നമുക്കും ചില പരിമിതികളുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനന്ത സുബ്രഹ്മണ്യൻ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ കൈമാറുമെന്ന പ്രതീക്ഷയിലാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തനിയെ ഇത്തരത്തിലൊരു ഈ വലിയൊരു അല്ലെങ്കിൽ ഏതാണ്ട് 474 ഗ്രാം വരുന്ന സ്വർണം അവിടെ നിന്ന് ഇങ്ങനെ തനിയെ അപഹരിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അതിനപ്പുറത്ത് ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യം അവിടെ ഉറപ്പിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. പക്ഷേ അത് ഈ 5 പേരിൽ മാത്രം, ബംഗളൂരുവിലെ 5 പേരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണോ അതോ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സഹായം അതിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ ഈ ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. തിരുവനന്തപുരം തമ്പാനൂരിൽ തോക്കു ചൂണ്ടി ടാറ്റു ആർട്ടിസ്റ്റിന്റെ ഭീഷണി.
ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. തിരുവനന്തപുരം തമ്പാനൂരിൽ എയർഗൺ ചൂണ്ടി ടാറ്റു ആർട്ടിസ്റ്റിന്റെ ഭീഷണി. സംഭവത്തിൽ വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസൺ പിടിയിലായി. ഇയാളുടെ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചിരുന്നു. ഇത് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് റോബിൻ തിരയുള്ള തോക്ക് ചൂണ്ടിയത്. വിവരങ്ങളുമായി വീണ്ടും ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, നമുക്കറിയാം ഈ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ പലരും തോക്ക് കൈവശം വയ്ക്കാറുണ്ട്, വലിയ കൂട്ടക്കുരുതി നടത്താറുണ്ട്. സമാനമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കൊച്ചി നഗരത്തിൽ തന്നെ ഇന്നലെ ഒരു ലൈസൻസുള്ള തോക്കുമായി എസൻസ് ഗ്ലോബലിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ഒരു യുവാവിൽ നിന്നും ഈ തോക്ക് കണ്ടെടുക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപാണ് കൊച്ചിയിലും കോഴിക്കോട്ടും യുവാക്കൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു, കവർച്ച നടത്തുന്നു, അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ ടാറ്റു ആർട്ടിസ്റ്റ് ഉപയോഗിച്ചത് എയർഗണ്ണാണ്, ലൈസൻസ് വേണ്ടാത്ത തോക്കാണ്. പക്ഷേ ഒരു ഭയാനകമായ സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. ചെറുപ്പക്കാർ തോക്ക് കൈവശം വെച്ചുകൊണ്ട് നടക്കുന്നു. എന്തിനാണ് റോബിൻ തോക്ക് അവിടെ ഉപയോഗിച്ചത്, എയർഗൺ ഉപയോഗിച്ചത്? അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. തമ്പാനൂരിൽ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് 2 വാഹനങ്ങളിൽ ഈ ടാറ്റു ആർട്ടിസ്റ്റായ റോബിൻ ജോൺസൺ പോകുന്ന കാറ് ഇടിക്കുന്നു. ഒരു ബൈക്കിലും മറ്റൊരു ഓട്ടോറിക്ഷയിലുമായി ഇടിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ബൈക്ക് യാത്രികനും അതോടൊപ്പം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നവരും ഇറങ്ങി വരുന്നു. പെട്ടെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവിടേക്ക് ഓടിക്കൂടുന്നു. അതിനിടയിൽ പെട്ടെന്ന് കൈവശമുണ്ടായിരുന്ന എയർ റിവോൾവർ ഇയാൾ എടുക്കുകയാണ്. എയർ റിവോൾവർ ഉപയോഗിച്ച് നെഞ്ചിന് നേരെ, അതായത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അടക്കം നെഞ്ചിന് നേരെ ഇപ്പോൾ വെടിവെക്കും, തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ തോക്കിൻ്റെ മുനയിൽ നിർത്തുന്നു. പെട്ടെന്ന് ഇവർ ഭയചകിതരാകുന്നു. ഇയാളുടെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി തോക്ക് കൈവശം ഇരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ തമ്പാനൂർ പോലീസിനെ സമീപത്ത് അറിയിക്കുകയും പോലീസ് എത്തി ഇയാളെ അവിടുന്ന് പിടികൂടുകയുമായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് എയർ ഗണ്ണാണ്, എയർ റിവോൾവറാണ് എന്ന കാര്യം ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നത്. അതായത് നമുക്കറിയാം ലൈസൻസോടെ ഉപയോഗിക്കാൻ കഴിയുന്ന പിസ്റ്റളുകളുണ്ട്, അതല്ലാതെ ലൈസൻസ് വേണ്ടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന
എയർ പിസ്റ്റലുകളും എയർ റിവോൾവറുകളുമുണ്ട്. അതിൽ എയർ റിവോൾവറാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ 30 മീറ്റർ എങ്കിലും ദൂരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായാൽ പരിക്ക് പറ്റുന്ന അല്ലെങ്കിൽ സാരമായി പരിക്കേൽക്കാൻ സാധ്യതയുള്ള എയർ ഗണ്ണാണ് ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. തമ്പാനൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ലൈസൻസ് വേണ്ടാത്ത തോക്കുകൾ, എയർ ഗണ്ണുകൾ ഇപ്പോൾ സുലഭമായി പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവിടെ പണ്ട് കത്തി കൈവശം വെച്ചുകൊണ്ട് നടക്കുന്ന ഈ പഴയ ചട്ടമ്പിമാരുടെയൊക്കെ കാലം അങ്ങ് മാറി ഇപ്പോൾ അത് എയർ ഗണ്ണിന് വഴിമാറിയിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് അക്ഷമരായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അടുത്തടുത്ത സമയത്ത് തന്നെയാണ് പല നഗരങ്ങളിൽ ഈ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് വിദേശ രാജ്യങ്ങളെ കിടപിടിക്കുന്ന തരത്തിലേക്ക് ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലെ പോലെ കേരളത്തിലെ പലയിടങ്ങളിലും എയർ ഗണ്ണുകൾ സുലഭമാണ്, വാങ്ങാൻ കിട്ടും. മാത്രമല്ല അത് ഓൺലൈൻ വഴി പോലും എയർ ഗൺ വാങ്ങി കൈവശം വെക്കുന്നവരുണ്ട്. പലരും പറയുന്നത് ഒരു സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ തോക്ക് കൈവശം വെക്കുന്നതെന്നാണ്. ഈ വിഷയത്തിൽ പോലീസ് എന്ത് നടപടിയാണ് യുവാവിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? കാരണം തിരയുള്ള തോക്കാണ്, എന്തിനാണ് കൈവശം വെച്ചത്? ആരെങ്കിലും അപായപ്പെടുത്താൻ വേണ്ടിയാണോ തുടങ്ങി? കാരണം ഒരുപക്ഷെ വെറുതെ ഒന്ന് ഭീഷണി മുഴക്കാൻ, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം തോക്ക് എടുത്തത്. പക്ഷെ എന്തിനാണ് ഈ തിരയുള്ള തോക്ക് കൈവശം വെച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് കാരണം അതിന് ലൈസൻസ് ഇല്ലാതെ തന്നെ എയർ പിസ്റ്റൾ കൈവശം വെക്കുന്നതിന് മറ്റ് നിയമപ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അതെന്തിനാണ് അയാൾ ഉപയോഗിച്ചത് എന്നതിൽ കൃത്യമായൊരു നടപടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. ഇവിടെ ഈ ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്, വാക്കുതർക്കമാണ് ഇങ്ങനെ ഈ എയർ പിസ്റ്റൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ എയർ റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഈ റോബിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ എന്നും ഇങ്ങനെയൊരു എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് തമ്പാനൂർ പോലീസ്. പക്ഷേ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഇത് ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന തോക്ക് ഉപയോഗിച്ചാണ് ഇയാൾ ഈ എയർ ഗൺ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇന്നലെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് ഉണ്ടായത് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തമ്പാനൂരിലാണ് എയർ ഗണ്ണുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം കടക്കലിൽ 58-കാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ആനപ്പാറ സ്വദേശി ശശിയാണ് മരിച്ചത്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പട്ടിക കൊണ്ട് ഇയാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി രാജു സംഭവത്തിന് ശേഷം ഒളിവിലാണ്. എസ് വിനീഷ് ചേരുന്നു കൊല്ലത്തു നിന്നും വിവരങ്ങളുമായി. വിനീഷ്, ഈ മദ്യപാനത്തിനിടെ ഉണ്ടാകുന്ന തർക്കങ്ങളാണ് പലപ്പോഴും ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നത്. ഇന്ന് ചോറ്റാനിക്കരയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സഹോദരനെ ജ്യേഷ്ഠൻ കൊലപ്പെടുത്തിയ സംഭവമുണ്ടായി. ഇവിടെ കടക്കലിൽ 58-കാരനെ കൊലപ്പെടുത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? വിനീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കൊല്ലം കടക്കലിലാണ്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇരുവരും തമ്മിൽ മദ്യപിച്ചതിന് ശേഷം ഉണ്ടായ ഒരു തർക്കമാണ്. മദ്യലഹരിയിലുണ്ടായ തർക്കം വലിയൊരു വാക്കേറ്റത്തിലേക്ക് എത്തുന്നു, പിന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് മാറുന്നു. അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇരുവരും സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഈ കൃത്യത്തിന് ശേഷം രാജു എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇതുവരെയും രാജുവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ്, തലയ്ക്ക് വലിയ രീതിയിൽ പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചു കിടന്ന ആളെയാണ് അവിടെ നിന്നും കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നുണ്ട്. കടക്കൽ പോലീസ് കേസെടുത്ത് ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ടോം.
യെസ്, അങ്ങനെ ഒരു സ്ഥിരം അക്രമിയാണോ, സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയാണോ ഈ രാജു, അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിലുണ്ടായ കൊലപാതകം എന്നാണ് കരുതേണ്ടത്? പോലീസിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് ഈ രാജുവും അതുപോലെ തന്നെ ശശിയും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ്, അയൽവാസികളാണ്. ഇരുവരും സാധാരണ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. ശശി ഈ തെങ്ങുകയറ്റ തൊഴിലാളിയാണ്, രാജു ഒരു നിർമ്മാണ തൊഴിലാളി. ഇരുവരും ഒരുമിച്ച് ഇങ്ങനെ മദ്യപിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ഇടയിലുണ്ടായ ഒരു തർക്കം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാരണം അത് ഈ രാജുവിനെ പിടികൂടിയെങ്കിൽ മാത്രമേ എന്തായിരുന്നു ഈ ഒരു അക്രമത്തിലേക്ക് നയിക്കാനുണ്ടായ ഒരു കാരണം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പോലീസ് അത്തരത്തിലുള്ളൊരു അതാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങളും അതുപോലെ തന്നെ ഈ കൊലപാതകങ്ങളും ഈ ജില്ലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്ക് എടുത്ത് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സമാനമായ ഒരു സംഭവം ഉണ്ടായത്. ചടയമംഗലത്താണ് ഇതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിക്കുന്നു. തുടർന്ന് ഒരാളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്നു. ആ തർക്കം ഇതുപോലെ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. സിമന്റ് കട്ട ഉപയോഗിച്ചായിരുന്നു സ്വന്തം സുഹൃത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇവിടെ ഒരു കമ്പ് വെച്ച് ഈ ശശിയെ അടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയ സാഹചര്യം ഉണ്ടാകുന്നു. ഈ മദ്യലഹരിയിലുണ്ടാകുന്ന ഇത്തരം അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. പ്രത്യേകിച്ച് ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് ഈ മദ്യത്തിന്റെയും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇപ്പോഴും തുടരുന്നത് ടോം. യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കടക്കലിലാണ് മദ്യലഹരിയിൽ 58-കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. മംഗളൂരുവിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ് നടത്തിയ കേസിൽ യുവതി അറസ്റ്റിൽ. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ചിക്കമംഗളൂരു സ്വദേശിനി നിരീക്ഷയാണ് പോലീസ് പിടികൂടിയത്. യുവതിയുടെ പേരിൽ കദ്രി പോലീസ് സ്റ്റേഷനിൽ ഹണി ട്രാപ്പ് പരാതി ഉണ്ടായിരുന്നു. ഉടുപ്പിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും യുവതി പ്രതിയാണ്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, സമാനമായ നിരവധി കേസുകളാണ് ചിക്കമംഗളൂരു സ്വദേശിനിയായിട്ടുള്ള നിരീക്ഷയ്ക്കെതിരെയുള്ളത്. അതായത് ഹണി ട്രാപ്പ് കേസ്, ഒരു യുവാവ് ആത്മഹത്യ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ നടത്തിയ കേസിലും ഈ യുവതി പിടിയിലായിരിക്കുന്നത്. ഇവർ മാത്രമാണോ, അതായത് ഈ സംഭവത്തിന് പിന്നിൽ ഈ നിരീക്ഷണം മാത്രമാണോ, അതോ കൂടുതൽ പ്രതികളുണ്ടോ? ടോമെ, കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മംഗളൂരു കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം, അതായത് ഈ സെക്സ് റാക്കറ്റ് ഈ മംഗളൂരു കേന്ദ്രീകരിച്ച് സജീവമാണെന്ന് തെളിയിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ നിരീക്ഷ അത്ര ചില്ലറക്കാരിയല്ല. ഇവർ ഇത്തരത്തിൽ പ്രണയം നടിച്ച് ആളുകളെ ഇത്തരത്തിൽ നഗ്ന ദൃശ്യങ്ങൾ പകർത്തും. അതോടൊപ്പം ഏറ്റവും പ്രധാനം ഗൗരവമുള്ളത് ഇവരുടെ കൂടെ തന്നെ താമസിക്കുന്ന ചിക്കമംഗളൂരു സ്വദേശിയാണെങ്കിലും ഇവർ കങ്കനാടിക്ക് സമീപം വാടക വീടെടുത്താണ് താമസിച്ചത്. ഇവരുടെ കൂടെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടികളുടെ സ്ഥിരമായി ഇവരുടെ വസ്ത്രങ്ങൾ മാറുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പിന്നീട് ആ ദൃശ്യങ്ങളൊക്കെ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെയാണ് ഇവരുടെ രീതി. അതോടൊപ്പം പല ഇത്തരത്തിലുള്ള അശ്ലീല സൈറ്റുകളിലും ഇത്തരം ഫോട്ടോകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതോടുകൂടിയാണ് ഈ കേസിൽ ഗൗരവം വർദ്ധിപ്പിക്കുകയും ഇവർ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു കാര്യം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിഷേക് ആചാരി ഒക്ടോബർ 9-ന് ഉടുപ്പിയിൽ ആത്മഹത്യ ചെയ്ത അഭിഷേക് ആചാര്യയുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നാണ് നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് നിരീക്ഷയുടെ കയ്യിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്. അത് കാട്ടി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക, ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക, ഇതായിരുന്നു ഇവരുടെ രീതി എന്ന ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് പോലീസ് അന്വേഷണം ഇവരിലേക്ക് കൂടുതൽ എത്തുന്നതും ഇവർ ഇന്നലെ അറസ്റ്റിലാവുന്നതും. ഏതായാലും ഇവരിപ്പോൾ ഇവരിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇവരുടെ ഈ ഒരു ചതിയിൽ കുരുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രത്തോളം ദൃശ്യങ്ങൾ ഇവരുടെ മൊബൈലിൽ നിന്നും പോലീസിന് കണ്ടെടുക്കാനായി. നിരവധി യുവതികൾ ഈ നിരീക്ഷയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടോ? കൂടുതൽ പേരെ ഈ പണം തട്ടുക എന്ന ലക്ഷ്യമാണല്ലോ, അങ്ങനെ കൂടുതൽ പേരിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ?
ടോമ, ഇപ്പോൾ 2 യുവതികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ കൂടെ താമസിച്ചിരുന്ന 2 യുവതികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ദൃശ്യങ്ങളാണ് ഇവർ ചിത്രീകരിച്ച് ഇത്തരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ അഭിഷേകുമായി ഇത്തരത്തിലുള്ള ഇവരുടെ ദൃശ്യങ്ങൾ ഈ മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രണയം നടിച്ച് അഭിഷേകിനെ ഇത്തരത്തിൽ ഒരു മുറിയിൽ കൊണ്ടുവരികയും ഇവരുടെ ദൃശ്യങ്ങൾ ഇവർ ചിത്രീകരിക്കുകയും പിന്നീട് അത് ലക്ഷങ്ങൾ ഇവരോട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതോടുകൂടിയാണ് അഭിഷേക് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി യുവാക്കളെ ഇവർ ഈ കെണിയിൽ പെടുത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ആളുകൾ ഇവരുടെ ഈ ഒരു ചതിയിൽ അല്ലെങ്കിൽ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ആ മൊബൈൽ പരിശോധിച്ചപ്പോൾ അത്തരത്തിൽ നിരവധി യുവാക്കളുടെ ദൃശ്യങ്ങൾ ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയായിരിക്കും ഇത് ചിത്രീകരിക്കുന്നത്. കാരണം ഇവർ പ്രണയം നടിച്ചാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ. വ്യക്തമാണ്. KV ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ സ്ത്രീകൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിലിംഗ് നടത്തിയ കേസിലാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹണി ട്രാപ്പ് കേസിലും ഉടുപ്പിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഉൾപ്പെടെ പ്രതിയാണ് പിടിയിലായ നിരീക്ഷ എന്ന യുവതി. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.